ഹായ്, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മധുരയിൽ തന്നെയാണുള്ളത്. അങ്ങനെ നമ്മളിന്ന് അലിബായിൻ്റെ വീട്ടിൽ വന്നിട്ട് അലിബായിനോട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. നമ്മളിന്ന് നേരെ പോകുന്നത് തേനിയിലേക്കാണ്. തേനിയിൽ പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിങ്ങനെ പായ വിരിച്ചിട്ട് ഇരുന്നിട്ടുള്ളത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇത് സ്ഥിരം പരിപാടിയായത്. എവിടെ ഭക്ഷണമുണ്ട് അവിടെ ഇതുപോലെയൊക്കെ ഇരിക്കും. അങ്ങനെ അലിബായിൻ്റെ വീട്ടിൽ നിന്ന് രാവിലത്തെ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. അലിബായി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് റാഗി സേമിയം. ഇത് തമിഴ്നാട്ടുകാരുടെ ഒരു ഇഷ്ട ഭക്ഷണമാണിത്. അലിബായി മകന് എല്ലാവരും ഇവിടെ ഉണ്ട്. അങ്ങനെ അലിബായിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പോവുകയാണ്. ഇത് അലിബായിൻ്റെ ഭാര്യ, ഇത് അമ്മ, ഇത് മൂത്ത മകൻ, പിന്നെ അലിബായി ഇവിടെ ഉണ്ട്. അലിബായി ഞാനെന്ന് വെച്ചാൽ കുവൈത്തിലുള്ള ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ അവർ ലീവിന് നാട്ടിൽ വന്ന സമയത്ത് അങ്ങനെ നമ്മളെ വിളിച്ചിട്ടാണ് മധുരയിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ എല്ലാം പോവുകയാണ്. ഓക്കെ അമ്മേ, പോയി തരട്ടെ. ഓക്കെ ശരി. ശരി ഓക്കെ. അപ്പോൾ അലിബായിൻ്റെ വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ നിറച്ചെടുത്ത് ഞങ്ങൾ. അപ്പോൾ അലിബായിനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് തേനിയിൽ നിന്ന് കാണാം. കുറച്ച് മുമ്പോട്ട് വന്ന് നോക്കുമ്പോൾ ഇതേപോലത്തെ ഒരു 2-3 സ്ഥലത്ത് ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചിട്ടില്ല. 10 മണിക്ക് മേഘം കൊണ്ടുപോകും, വൈകുന്നേരം 6 മണിക്ക് ഇങ്ങനെ തിരുപ്പി കൊണ്ടുവരും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇവിടെയാണ് ഇതിനെ ഇടുക. നമ്മളെ നാട്ടിലെ പോലെ ആലയൊന്നും കെട്ടിയിട്ടല്ല. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ തുറസായ സ്ഥലത്ത് കമ്പി വേലിയെല്ലാം കെട്ടിയിട്ടാണ് ഈ മാടുകളെ വെച്ചത്. പിന്നെ അതിൽ പശുവുണ്ട്, കിടാവുണ്ട്, കൂടുതലും മൂരിക്കുട്ടന്മാർ. അപ്പോൾ അവരാന്ന് വെച്ചാൽ മേഴുവാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് 10 മണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുക്കി നിർത്തിയിട്ടുള്ളത്. അവന്മാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ നിൽക്കുന്ന 4ആളതാണിത്. ഇതൊരു കുടുംബത്തിൻ്റെ മാടുകളാണിത്. തൊട്ടപ്പുറം തന്നെ വേറെയുണ്ട്. ഇവിടുന്ന് കാണുന്നുണ്ടോ എന്നുള്ള അറിയില്ല. അവിടെ നിറയെ മാടുകളുണ്ട്. ഇതാ അവരെ വീട്. ആ, എത്ര മണിക്ക് ഇങ്ങനെ കൊണ്ടുവിടും? 6 മണിക്ക് കൊണ്ടുവരും, 10 മണിക്ക് പോകും. രാവിലെ 10 മണിക്ക് പോകും. കാലയിലെ 10 മണിക്ക് പോകെ സായങ്കാലം 6 മണിക്ക് അടച്ചിടും. ആ ഓക്കെ ഓക്കെ. ഇത് എത്ര മാട് ഇരിക്കും ഉങ്ങളെ? அதுதான் 100 இருக்கு. 100 மாடு. எல்லாம் ஆணா இல்லை பொண்ணா? பூரா பொண்ணு. ஆ ஓகே ஓகே. வேற கஞ்சிக்கு எல்லாம் மேய்ச்சி தெரியும். இதே கஞ்சி சாணி அள்ளுவோம். சாணி எல்லாத்தையும் அங்க சாப்பாடு அள்ளுவோம். அவங்க மாடு மேய்ச்சி வருவாங்க. அதே கஞ்சில குடிக்க முடியாது. காய்ச்சி அதை போய் மேய்ச்சி வரணும். போய் மேய்ச்சி. ഇത് എത്ര മാട് ഇരിക്കിങ്ക? ഇവിടെ 120 മാടുണ്ട്, പശുവും കിടാവും. അപ്പോൾ ഇതാ ഇവരെ ജോലി. രാവിലെ കൊണ്ടുപോയി വൈകുന്നേരം തിരുപ്പി കൊണ്ടുവരും. ഇതൊക്കെയാണ് ഈ ഗ്രാമത്തിലെ കാഴ്ചകൾ. ഓക്കെ ഓക്കെ അതെ 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 ഓക്കെ 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 ശരി ഓക്കെ. ആ, ഇവര് ഇവിടെ തന്നെ കിടത്തല്ലാം കേട്ടോ. ഇവര് ഇവിടെ തന്നെ കിടക്കും, ഇതിനെങ്ങനെ നോക്കും. ഉങ്ങളിക്കെ തന്നെ പഠിക്കരുതേ. നമ്മള് TV ചാനലിന്റെ ആളാന്ന് വിചാരിച്ചിട്ട് അവന്മാര് നമ്മളെ വിടുന്നില്ല. ഒരുപാട് അവിടെ നിന്ന് രക്ഷപ്പെടുക ചെയ്തത്. അപ്പൊ ശരി ഓക്കെ ശരി. നമ്മള് തേനിയിൽ പോകുന്ന വഴിയിൽ ഇതേപോലെ ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോ എനിക്ക് തോന്നുന്ന ഒരു 10-250 കാളകളുണ്ട്. ഇത് മേക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. ചങ്ങായി അതിനെ തെളിച്ച് കൊണ്ടുപോകുന്നത്. ഇതൊക്കെയാണ് തേനിയിൽ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ. അങ്ങനെ നമ്മൾ മാഹിയിൽ നിന്ന് പെട്രോൾ അടിച്ചതിന് ശേഷം നമ്മൾ തേനിയിലേക്ക് പോകുന്ന വഴിയിൽ പിന്നെ പെട്രോൾ പമ്പ് കയറി.
ഇവിടെ ലിറ്ററിന് 103.18. അപ്പം 3358 രൂപ. മധുര തേനി റൂട്ടിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള 2 ടൗണ് എത്തിയിരുന്നു. ഒന്ന് ആണ്ടിപ്പട്ടിയും ഒന്ന് ഉസ്ലാംപട്ടിയും. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ വൈഗ ഡാമിന്റെ അടുത്തെത്തി. വൈഗ ഡാമിലെ കാർ പാർക്കിങ്ങിന് 20 രൂപയാണ്, ബസ്സിന് 50 രൂപ, മോട്ടോർ സൈക്കിൾ 10 രൂപ. ഇതാണ് കാർ പാർക്കിംഗ് ആണ്. വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, താങ്ക് യു. 20 രൂപ ടിക്കറ്റ്. ഇവിടെയാണ് വൈഗ ഡാമിൻ്റെ എൻട്രൻസ്. നമ്മളവിടെ കാർ പാർക്കിംഗ് ചെയ്ത് നേരെ മുമ്പോട്ടേക്ക് വന്ന് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. 5 രൂപയാണ് ടിക്കറ്റിന്. നമ്മൾ മധുരയിൽ നിന്ന് നേരെ തേനിയിലേക്ക് വന്ന്. അപ്പോൾ വരുന്ന വഴിയെല്ലാം നല്ല കാഴ്ചകളൊക്കെയുള്ള സ്ഥലമാണ്. പക്ഷേ നമ്മളിവിടെയും എക്സ്പ്ലോർ ചെയ്തില്ല. നമ്മൾ നേരെ തേനിയിലേക്ക് തന്നെ വന്ന്. നമ്മൾ മധുരയിൽ നിന്ന് തേനിയിലേക്ക് വരുന്ന വഴിക്ക് നമ്മൾ കേട്ടിട്ടുള്ള 2 സ്ഥലത്തിന് വിട്ടാണ് നമ്മൾ കടന്നു വന്നത്. ഒന്ന് ഉസ്ലാംപട്ടി, ഒന്ന് ആണ്ടിപ്പട്ടി. ഉസ്ലാംപട്ടിയും ആണ്ടിപ്പട്ടിയും കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്ന് നോക്കുമ്പോൾ വൈഗ ഡാം. അത് തമിഴ്നാട്ടിൽ തേനിയിൽ ഒരറിയപ്പെടുന്ന ഡാമാണ് വൈഗ ഡാം. അപ്പോൾ നമ്മൾ വൈഗ ഡാമിൻ്റെ അടുത്ത് വന്ന്. അപ്പോൾ നമ്മൾ അങ്ങ് കാണുന്നതാണ് വൈഗ ഡാം. ഇപ്പോൾ സമയം ഉച്ചക്ക് ഒരു 12 ഇപ്പോൾ സമയം 12 മണി. അത്യാവശ്യം സന്ദർശകരൊക്കെ ഇവിടെ ഉണ്ട്. മധുരയിൽ നിന്ന് തേനിയിലേക്ക് വരുന്ന ബൈക്ക് തന്നെ നമ്മൾ അധികം ഹൈവേൻ്റെ മുകളിൽ അധികം ഉള്ളോട്ടേക്ക് വരേണ്ടിയില്ല. ഒരു 6 കിലോമീറ്റർ. അപ്പോൾ 6 കിലോമീറ്റർ വന്നിട്ട് വൈഗ ഡാമും കൂടിയും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. നമുക്ക് ഡാമിൻ്റെ മേലെ കയറാൻ പറ്റും. സന്ദർശകരൊക്കെ കയറുകയോ ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങ് കാണുന്നുണ്ട്. അത് ഡാമിൻ്റെ ഷട്ടറൊക്കെ അടച്ചിട്ടാണുള്ളത്. ഒന്നും ഓപ്പൺ ആയിട്ടില്ല. നമുക്ക് ഈ സ്റ്റെപ്പിലൂടെ കയറിയിട്ട് മേൽഭാഗത്ത് പോകാൻ പറ്റും. നല്ല വെയിലുണ്ട് ഇവിടെ. ഡാമിൻ്റെ മേൽഭാഗത്ത് പോകാൻ പറ്റില്ല, കാരണം ഇവിടെ അടച്ചിട്ടുള്ളത്. ഇതിലൂടെ നേരെ പോയാൽ ഡാമിൻ്റെ മേലെ കൂടി നമുക്ക് നടക്കാം. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല.
ഡാമിലേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അവിടെയെല്ലാം വീടുകളൊക്കെ കാണുന്നുണ്ട് ആ ഭാഗങ്ങളിൽ. പിന്നെ നല്ല കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കേട്ടോ. നല്ല മലകൾ, അതുപോലെ തന്നെ താഴ്വാരം, വെള്ളം. പക്ഷെ വെള്ളം എന്തോ കലക്ക് പോലെ തോന്നുന്നുണ്ട്. ഇവിടെയെല്ലാം പച്ച കളറാണ് വെള്ളം. എന്താ എന്തോ ഊറി നിന്നിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ഇതാ ഈ ഡാമിൻ്റെ ആ ഭാഗം ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതാ ഈ ഭാഗത്ത് ടാറിട്ട റോഡാണ് കാണുന്നത്. അപ്പോൾ ഇതിലൂടെ തന്നെ കുറേ ദൂരം നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ഡാമിൻ്റെ ഷട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗത്ത് സന്ദർശകർക്ക് പ്രവേശനമില്ല. ഇത് ഒരുപാട് സിനിമേൻ്റെ ലൊക്കേഷനായിട്ടുള്ള സ്ഥലമാണിത്. മലയാളം തമിഴ് സിനിമേൻ്റെ ലൊക്കേഷനാണ് ഈ വൈഗാ ഡാം. പിന്നെ കുട്ടികൾക്ക് കളിക്കുന്ന സ്ഥലവും അതേപോലെ തന്നെ പാർക്കും ഗാർഡന് എല്ലാം ഉണ്ട് ഇവിടെ. മൊത്തത്തിലൊരു ആക്റ്റീവായിട്ട് തന്നെ ഉള്ളൊരു ഡാം തന്നെയാണിത്. കാരണം സന്ദർശകരൊക്കെ ഉണ്ട്. ഡാമിൻ്റെ മുമ്പിൽ കുറുകെ ഒരു പാലം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പാലത്തിലൂടെ നമുക്ക് മറുകരയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതാണ് ഡാമിൻ്റെ കാഴ്ചകൾ. ഒരു ചെറിയൊരു ഷട്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിലൂടെ വെള്ളം കുതിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഡാമിൻ്റെ കുറുകെയുള്ള പാലത്തിൻ്റെ അടുത്ത് നമ്മളെത്തി. അപ്പം പാലത്തിൽ നിന്നിട്ട് കാണുന്ന കാഴ്ചകളാണ് ഇനി നമ്മളങ്ങോട്ട് കാണുന്നത്. ഇതാണ് ഡാമിൻ്റെ മുൻഭാഗത്തുള്ള കാഴ്ച. ഇവിടുന്ന് മീനെല്ലാം പിടിക്കുന്നുണ്ട്, ചൂണ്ടലിടുന്നുണ്ട്. വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട്. എല്ലാം സ്ത്രീകളാണ് കച്ചവടം ചെയ്യുന്നത്. ഈ ഭാഗത്തുകൂടെയും മേലെ പോകാനാവും. സ്റ്റെപ്പുകളിലൂടെ സന്ദർശകരൊക്കെ മേലെ പോകുന്നുണ്ട്. അവിടെ ചെന്നാലേ അതിൻ്റെ സ്ഥിതി അറിയൂ. ഇടയ്ക്ക് ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിലൂടെ തന്നെ നടക്കുവാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ഏതായാലും ചെന്ന് നോക്കാം. ആ കെട്ടിടത്തിൻ്റെ മേലെ വൈഗ പവർ സ്റ്റേഷൻ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഡാമിൻ്റെ എതിർവശം വന്ന് ഇവിടെയും ക്ലോസ് ചെയ്തിട്ട് തന്നെയാണ് ഉള്ളത്. നമ്മൾ അവിടെ കണ്ട അതേ കാഴ്ച തന്നെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇവിടെ ഇപ്പം കാര്യമായിട്ടൊന്നും കാണാനില്ല. വൈകുന്നേരങ്ങളിൽ പാർക്കിലെല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ വരും. പക്ഷെ ഇപ്പോൾ നട്ടുച്ചയാണ്. നമ്മളിവിടുന്ന് തിരിച്ച് തേനിയിലേക്ക് തന്നെ പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഭക്ഷണം പാകം ചെയ്യണം. നമ്മൾ കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം നേരെ നമുക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാം. ഇപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടുള്ളത്. ഇതിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാൽക്കണിയിൽ നിന്ന് ഈ പാർക്ക് മൊത്തം കാണാം. ഈ ഭാഗത്തും ആ ഭാഗത്തും ഒരു ഡീനോസോറിൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. നമ്മൾ മറുകരയിലെത്തി. ഇവിടെ ഒരു ഡീനോസോറിൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കുട്ടികളുടെ കളിസ്ഥലമാണ്. ഇതെല്ലാം വൈഗാ ഡാമെന്ന് നമ്മളങ്ങനെ പുറത്തിറങ്ങി
കാർ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. മധുരയെന്ന് ചായ കുടിച്ചു. അതന്നെ, വേറെ എവിടെയും നമ്മൾ കത്തില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പിന്നെ ചെറുതായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കഞ്ഞിയാണ് വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റൗവിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം നമ്മൾ അരിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ സിലിണ്ടർ, 12 kg സിലിണ്ടറാണ്. വണ്ടിൻ്റെ പുറകിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ കഞ്ഞി വെച്ച് കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് തേനി. റഹീം ഭായിയാണ് വിളമ്പുന്നത്. അതെയോ? വീട്ടിൽ നിന്ന് ഭക്ഷണം എടുക്കണമല്ലോ നമ്മൾ. ഓക്കെ, ബാക്കി നല്ല ഇവിടെ ഉണ്ട്.